മാർച്ച് 5-ന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ചത് ഈ കാണാതായ അഭിജിത്താണ് എന്നാണ് ഇപ്പോൾ സുഹൃത്ത് നൽകിയിരിക്കുന്ന മൊഴി. മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചു. പോലീസ് നൽകുന്ന വിശദീകരണം, രേഖകൾ ഇല്ലാത്തതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇത്തരത്തിൽ സംസ്കരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ സത്യം അറിയണം എന്ന് കുടുംബം പറയുന്നുണ്ട്. ആ പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. മാർച്ച് 3 പയ്യൻ പോകുന്നു. നമ്മൾ മാർച്ച് 14 കേസ് കൊടുക്കുന്നു. മാർച്ച് 5 മരിച്ച് ഇത് കാണുന്നത്. ഇന്ന് ചോദ്യം ചെയ്ത് ഇവർ പാട്ടുപാറ പോകുമ്പോൾ അവർ തിരക്കുന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് ചെന്നപ്പോൾ സത്യം അറിഞ്ഞത്. എന്നിട്ട് നമ്മൾ ആട്ടോ മെമ്പറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആട്ടപ്പാറ പോയെന്നുള്ള കേസൊക്കെ പറയുന്നത് ഞാനും അവളും പൊക്കിക്കൊണ്ടിരുന്നത് തന്നെ. ഇതിന് നമ്മളെ പോലും അറിയിച്ചില്ല. വട്ടപ്പാറ പോലീസ് പറയുന്നത് അവരെ കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ എന്ത് ഇതെന്ന് വെച്ചാൽ നമ്മളെ അറിയിക്കും. നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും എങ്ങനെ മരിച്ചെന്ന് നമുക്കറിയണം. ഷഫീദ് റാവത്ത് തുടരുന്നുണ്ട്. ഷഫീദ്, എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത് എന്നത് അറിയണം എന്ന പിതാവ് പറയുന്നുണ്ട്. സ്വാഭാവികമായും അക്കാര്യത്തിൽ ഇനി പോലീസ് അന്വേഷണം നടക്കണം. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണം. എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കണം. വിവരങ്ങൾ എന്തൊക്കെ പോലീസ് നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഷഫീദ്? ഉന്മേഷ, നിലവിൽ ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതായത് പോലീസിനെ സംബന്ധിച്ച പ്രതി ഇപ്പോൾ പ്രതിയല്ല, സംശയമുള്ളയാൾ, അതായത് ആ സുഹൃത്ത് എന്ന് പറയപ്പെടുന്നയാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അയാളെ വിശദമായി പോലീസിന് ചോദ്യം ചെയ്യണം. DNA പരിശോധനാ ഫലം ആ വാർത്തയിൽ പോലീസിന് ആ വിവരത്തിൽ പോലീസിന് ലഭിക്കണം. അതിന് DNA പരിശോധനാ ഫലം പോലീസ് അൺനോൺ ബോഡി ആയതുകൊണ്ട് തന്നെ ശേഖരിച്ച് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള പല വിഷയങ്ങളിലും പോലീസിന് സംശയമുണ്ട്. അത് പോലീസിന് സ്ഥിരീകരിക്കണം. പക്ഷേ കുടുംബത്തിന് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ അടക്കം അടിസ്ഥാനത്തിൽ കുടുംബം ഇപ്പോൾ പോലീസിനോട് ഈ വിഷയത്തിൽ സംശയം ദൂരീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിന് തുടർ പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ്. ഏതായാലും ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം, നമ്മളുടെ ഈ വാർത്താ സംഘത്തെ ആക്രമിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു വിവരം, ഈ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. പകരം നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പോലീസ് ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ള വീഴ്ചയെക്കുറിച്ച് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ്. അതിന്റെ ആക്ഷൻ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വേണം. കാരണം ഒരു മാതാപിതാക്കൾ അവരുടെ മകൻ എന്തുപറ്റി, 18-കാരനായ മകൻ അഭിജിത്തിന് എന്തുപറ്റി എന്ന് അറിയാതെ അവർ ഇങ്ങനെ ആ കൺസേണിൽ കഴിയുകയാണ്. അപ്പോൾ ആ വിഷയം എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ആവശ്യം. പക്ഷെ ആ ആവശ്യത്തിന് മേൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നതാണ്, അവരുടെ മുഖം കാണിക്കണം, അവരുടെ ബൈറ്റ് തരണം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരാണ് ഈ വിഷയം കൊണ്ടുവന്നത് എന്നുള്ള അവരുടെ ഒരു വ്യക്തത അക്കാര്യത്തിൽ വേണം. അവർക്ക് കൃത്യമായി അവർക്ക് അതിനകത്തൊരു പബ്ലിസിറ്റി കിട്ടണം എന്നുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരുടെ, പ്രാദേശിക നേതൃത്വത്തിന്റെ വാശിയാണ് ഈ വാർത്ത അല്ലെങ്കിൽ നമ്മളെ കൈയേറ്റം ചെയ്യാനുള്ള ശ്രമം. അതിന് പുറത്തേക്ക് അവർക്ക് മറ്റെന്തെങ്കിലും